ഞാൻ നിങ്ങളുടെ സ്വന്തം സുഹൃത്തും വഴികാട്ടിയുമായിട്ടുള്ള സൈക്കോളജിസ്റ്റ് നാഗരാജ്. 9605743596 എന്നെ വിളിക്കാം സൈക്കോളജിക്കൽ സർവീസസിന്. ഞാൻ കൊല്ലം ഐത്തിലെ മെഡിറ്റേറിയൻ ഹോസ്പിറ്റലിൽ സീനിയർ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. വിളിക്കുക, വരിക, സേവനം നേടുക. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദ്വന്ദ്വ വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ വിഭാഗത്തിൽ വരുന്ന ആങ്സൈറ്റി ഡിസോർഡർ, ഡിപ്രഷൻ എന്നിവയാൽ കുഞ്ഞുനാളിൽ ഒരു വ്യക്തിക്ക് ആവർത്തിച്ചുള്ള ശാരീരിക പീഡനം, ലൈംഗിക പീഡനം, അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യം തുടങ്ങി പല കാരണത്താൽ അവർ മറ്റൊരു പേഴ്സണാലിറ്റി സ്വയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വികസിപ്പിച്ചെടുക്കും. ഇതിനെ ഡുവൽ പേഴ്സണാലിറ്റീസ് എന്നാണ് പറയുക. അല്ലാതെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസും ഉണ്ട്. നമ്മുടെ അനുഭവത്തിൽ ഞാൻ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ പാരാസൈക്കോളജിയിൽ ഇതര എനർജി, ഫോറിൻ എനർജി എൻറ്റിറ്റി എന്നൊരവസ്ഥ ഉണ്ട്. ഇത് നമ്മൾ ചോട്ടാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ അത്തരം അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ശാസ്ത്രീയമായ പല സത്യങ്ങൾക്കും അതീതമായിട്ട് മനുഷ്യ മനസ്സിൻ്റെ വിളയാട്ടങ്ങൾ കൂടി ഉണ്ട് എന്നത് വാസ്തവികത ഉണ്ട്. എല്ലാം അങ്ങനെ ആണെന്നല്ല, എല്ലാം ഇങ്ങനെ ശാസ്ത്രം മാത്രമാണെന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലാണ് മനുഷ്യ മനസ്സ് വളരെ സങ്കീർണമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ അടുത്തിടെ ഞാൻ കണ്ട ഒരു 5 വയസ്സൊരു കുഞ്ഞ് വളരെ പക്വത ആർജിച്ച പെരുമാറ്റമാണ്. 5 വയസ്സുള്ള കുഞ്ഞാണ്, പക്ഷേ നല്ല കുടുംബാന്തരീക്ഷവും ആയിട്ട് പോലും അവനിൽ വ്യക്തിത്വം മറ്റൊന്നും കൂടി ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. എന്തായാലും സൈക്കോളജി